ഇരട്ടക്കൊലപാതക കേസിൽ CPIM മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കി. CPIM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി. CBI കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. CPM നേതാക്കളടക്കം 24 പേരായിരുന്നു കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നത്. ജനുവരി 3-ന് കോടതി ശിക്ഷാ നടപടികൾ പ്രഖ്യാപിക്കും. മൻമോഹൻ സിംഗിന് വിട ചൊല്ലി രാജ്യം. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ നിഗംബോധ് ഘട്ടിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വിലാപയാത്രയോടെ യമുന തീരത്ത് സിഖ് മതാചാര പ്രകാരം സംസ്കാരം നടത്തി. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി തുടങ്ങിയവരെല്ലാം അന്തിമോപചാരം അർപ്പിച്ചു. സ്ഥാനമൊഴിയുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം. സർക്കാരുമായുള്ള ഭിന്നത കണക്കിലെടുത്താണ് ഔദ്യോഗിക യാത്രയയപ്പ് വേണ്ടെന്ന തീരുമാനം. ഗവർണർ കാലാവധി കഴിഞ്ഞ് നാളെ ഒരു പരിഗണനയും ലഭിക്കാതെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും യാത്രയാകും. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെതിരായ മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ വിമർശനത്തെ തള്ളി CPI ജില്ലാ നേതൃത്വം. ക്രിസ്മസിന് കേക്ക് നൽകിയതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വസന്തരാജ് പ്രതികരിച്ചു. മേയറെ പിന്തുടർന്ന് വിമർശിക്കുന്നത് ശരിയല്ല. VS സുനിൽകുമാർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും വസന്തരാജ് പറഞ്ഞു. DMOയായി ചുമതലയേറ്റ് ഡോക്ടർ N രാജേന്ദ്രൻ. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ചുമതല ഏറ്റെടുക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് തനിക്ക് അനുകൂലമാണെന്നും മറ്റൊന്നും പറയാനില്ലെന്നും DMO പ്രതികരിച്ചു. ട്രിബ്യൂണൽ ഉത്തരവ് താൻ ശരിയായ ദിശയിലാണ് മനസ്സിലാക്കിയത്. അതുതന്നെയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ച് മദ്രാസ് ഹൈക്കോടതി. കേസിലെ FIR ചോർന്നത് പ്രത്യേകം അന്വേഷിക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. B സ്നേഹപ്രിയ, S ബൃന്ദ, അയ്മൻ ജമാൽ എന്നീ 3 മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട്. കരുവന്നൂർ ബാങ്കിനെതിരെ പരാതിയുമായി നിക്ഷേപകൻ. ചികിത്സയ്ക്ക് പണം നിഷേധിച്ചെന്നാണ് മാടായിക്കോണം സ്വദേശിയായ നെടുംപുറത്ത് ഗോപിനാഥന്റെ പരാതി. ബാങ്കിൽ 30 ലക്ഷത്തിലേറെ നിക്ഷേപമുണ്ട്. 10 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് ആവശ്യമായി വേണ്ടത്. എന്നാൽ ബാങ്ക് 3 തവണയായി നൽകിയത് 1.5 ലക്ഷം മാത്രമെന്ന് ഗോപിനാഥന്റെ ഭാര്യ പ്രഭ വ്യക്തമാക്കി. ഫിഡെയുടെ ഡ്രസ് കോഡ് ലംഘിച്ചതിനെ തുടർന്ന് മുൻ ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ ലോക റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പുറത്തായി. ജീൻസ് ധരിച്ചെത്തിയ അദ്ദേഹത്തിനോട് സംഘാടകർ വസ്ത്രം മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. കാൾസൺ അത് വിസമ്മതിച്ചതിനെ തുടർന്ന് താരത്തിൽ നിന്നും പിഴയായി $200 ഈടാക്കി. ചാമ്പ്യൻഷിപ്പിൽ ബ്ലിറ്റ്സ് വിഭാഗത്തിൽ താൻ പങ്കെടുക്കില്ലെന്ന് പ്രകോപിതനായ കാൾസൺ പ്രതികരിച്ചു. ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ക്രിക്കറ്റ് ടെസ്റ്റിൽ 8ാമതിറങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡി സെഞ്ചുറിയും 9ാമതായി ഇറങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറിയും നേടിയതോടെ പിറന്നത് ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ അപൂർവ റെക്കോർഡ്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 147 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് 8ാമതും 9ാമതും ഇറങ്ങുന്ന 2 ബാറ്റർമാരും 150 പന്തുകളിലേറെ നേരിടുന്നത്. വാഷിംഗ്ടൺ സുന്ദർ 162 പന്തുകൾ നേരിട്ട് 50 റൺസ് എടുത്ത് പുറത്തായപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 176 പന്തുകളിൽ 105 റൺസുമായി ക്രീസിലുണ്ട്.